നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ നാളായി തണുത്തിരുന്ന കെഎസ്ആർടിസി ഡ്രൈവറും മേയറുമായുള്ള തർക്കം വീണ്ടും സജീവമാകുന്നു. കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. വൈകിട്ട് 3 മണിക്ക് തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴിയെടുക്കുക. യദു അശ്ലീലാംഗ്യം കാണിച്ചെന്ന പരാതിയിലാണ് നടപടി. ആദ്യം കന്റോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് മ്യൂസിയം പോലീസിന് കൈമാറിയിരുന്നു. കെഎസ്ആർടിസി ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചത്. പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മേയറും എംഎൽഎയും ഉൾപ്പെടെ 5 പേരടങ്ങുന്ന സംഘം കെഎസ്ആർടിസി ബസിന് കുറുകെ കാറിട്ട് തടഞ്ഞ സംഭവത്തിന് പിന്നാലെയാണ് വാക്കേറ്റമുണ്ടാകുന്നത്. മേയറും സംഘവും കെഎസ്ആർടിസി ഡ്രൈവറുമായി വാക്കേറ്റവും നടത്തി. ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട തർക്കമാണ് വഴക്കിലേക്ക് എത്തിയത്. ഇതിനിടെ ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നതടക്കം മേയർ പരാതിപ്പെട്ടിരുന്നു. സംഭവ ദിവസം രാത്രി തന്നെ മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവറെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. ഇതിനു പിന്നാലെ കമ്മീഷണർക്ക് യദു പരാതി നൽകിയെങ്കിലും പോലീസ് നടപടിയൊന്നും എടുത്തിരുന്നില്ല. ഇതോടെ ഡ്രൈവർ കോടതിയെ സമീപിച്ചു. ഇതിനിടെ അഭിഭാഷകനായ ബൈജു നോയലും കോടതിയെ സമീപിച്ചിരുന്നു. ജില്ലാ കോടതിയിൽ വക്കീൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേയർക്കെതിരെ അടക്കം കേസെടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം തിരുവനന്തപുരം മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. പോലീസിന്റെ ആവശ്യപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ബസ്സിൽ നടത്തിയ പരിശോധനയിൽ യദു ഓടിച്ച ബസിന്റെ സ്പീഡ് ഗവർണറും GPS-ഉം പ്രവർത്തിക്കില്ലെന്ന് കണ്ടെത്തി. 2 മാസമായി ബസിന്റെ വേഗപ്പോട്ട് ഇളക്കിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ GPS മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കെഎസ്ആർടിസി ബസ് ഡ്രൈവർക്കെതിരെ മേയർ നൽകിയ കേസിൽ കുറ്റപത്രം അതിവേഗം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. അത് പ്രകാരമാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തുന്നത്. ഡ്രൈവർ യദു ലൈംഗിക അധിക്ഷേപം കാണിച്ചുവെന്ന പരാതിയിലാണ് അന്വേഷണം വേഗത്തിൽ പുരോഗമിക്കുന്നത്. അതേസമയം യദു നൽകിയ പരാതിയിൽ പ്രതിയാക്കപ്പെട്ട മേയർക്കും MLA-ക്കുമെതിരെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. പ്രധാന തെളിവായ മെമ്മറി കാർഡും ആരെടുത്തു കൊണ്ടുപോയെന്ന് ഇപ്പോഴും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഇതിനിടെയാണ് മേയറുടെ പരാതിയിൽ കുറ്റപത്രം നൽകാനായി ബസ് പരിശോധന നടന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധിച്ചത്. മേയർ സഞ്ചരിച്ച വാഹനം അമിത വേഗത്തിൽ ബസ് മറികടന്നോ എന്നറിയാനുള്ള ശാസ്ത്രീയ തെളിവുകളൊന്നും ബസ്സിൽ നിന്ന് കിട്ടിയില്ല. പക്ഷേ പരാതിക്കാരുടെ മൊഴിയും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം നൽകാനാണ് തീരുമാനം. കന്റോൺമെന്റ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. മെമ്മറി കാർഡ് കാണാതായ കേസിൽ തമ്പാനൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. അതേസമയം കേസിൽ നിയമോപദേശം കാത്തു പോലീസ്. നിയമോപദേശം കിട്ടിയ ശേഷം മാത്രം തുടർ നടപടികൾ മതിയെന്നാണ് നിലപാട്. എന്നാൽ യദു ലൈംഗിക ചേഷ്ട കാണിച്ചതിന് തെളിവ് കണ്ടെത്താനാകാത്തത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.